നമ്മൾ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒരു വീഡിയോ നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കണം. അതൊരു MP3 ആയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ആപ്പുകളോ വെബ്സൈറ്റുകളോ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ കയ്യിലുള്ളൊരു വീഡിയോ അതിനകത്തുള്ള ഓഡിയോ മാത്രമായിട്ട് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ ഇനി അതിനൊന്നും ആവശ്യമില്ല. നമുക്കൊരു ആപ്പും ഒരു വെബ്സൈറ്റും ഒന്നും വേണ്ട. നമ്മുടെ മൊബൈൽ ഫോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഒരു വീഡിയോ, നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഒരു വീഡിയോ മറ്റാരും കാണരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഓഡിയോ MP3 ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുന്ന ആ വീഡിയോ കാണാൻ സാധിക്കില്ല. അതൊരു MP3 ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഇത്തരത്തിലുള്ള വീഡിയോ ഒളിപ്പിച്ച് വെക്കാനും ഇതിലൂടെ സാധിക്കും. ആവശ്യമാകുമ്പോൾ അത് വീഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യണം. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാവും ഫയൽ മാനേജർ എന്നുള്ള ആ ഒരു ആപ്പ്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഏത് ഫോൾഡറിലാണ് നിങ്ങളുടെ വീഡിയോ ഉള്ളതെങ്കിൽ അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു വീഡിയോ, ഇത് ഞാനിവിടെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് വീഡിയോ ആണ് MP3 ആക്കേണ്ടതെങ്കിൽ ആ വീഡിയോ ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക. ഓർക്കുക, ഫയൽ മാനേജറിലാണ് നിങ്ങൾ പോകേണ്ടത്. ശേഷം ആ വീഡിയോ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് മോർ എന്നൊരു ഓപ്ഷൻ കാണും. ചില മൊബൈൽ ഫോൺ മുകളിലായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീനെയിം എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യാൻ ഇവിടെ നമ്മുടെ ആ വീഡിയോയുടെ നെയിം കാണും. ഈ നെയിമിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് MP4 എന്ന് കാണാൻ സാധിക്കും. ഈ MP4 എന്നുള്ളത് നമ്മൾ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ഡോട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. ഡോട്ട് അവിടെ വെച്ച് മറ്റ് MP4 എന്നുള്ള ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ MP3 എന്നാക്കി കൊടുക്കുക. ഇതുപോലെ MP3 എന്നാക്കി നിങ്ങൾ OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് ചോദിക്കും. OK കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഫോർമാറ്റ് ഇവിടെ കാണാൻ സാധിക്കും. MP3യിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് MP3 ആയിട്ട് ഓഡിയോ ഫോർമാറ്റിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്താലും അവർക്കും ഇതുപോലെ ഒരു ഓഡിയോ ഫോർമാറ്റിലാണ് കാണാൻ സാധിക്കുക. ആ വീഡിയോ കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ MP3 വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഷെയർ ബട്ടണോ അല്ലെങ്കിൽ സെൻഡ് ബട്ടണോ ഉണ്ടാകും. നമ്മളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആർക്കാണോ MP3 ആയിട്ട് അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കാനും സാധിക്കും. ഇനി നമുക്ക് ഈ MP3 വീഡിയോ ഫോർമാറ്റിലേക്ക് തന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ MP3 എന്നുള്ള ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ റീനെയിം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ MP3 എന്നാക്കിയത് നമ്മൾ നേരെ MP4 എന്നാക്കി കൊടുത്ത് OK കൊടുത്താൽ ഇതുപോലെ പോപ്പപ്പ് ചോദിക്കും. OK കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട MP3 യുടെ വീഡിയോ ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാനും മാത്രമല്ല MP3 ആയിട്ട് ആർക്കെങ്കിലും വീഡിയോസ് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അയച്ചു കൊടുക്കാനും സാധിക്കുന്നതാണ്.